പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം 9-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇനി നമ്മൾ അതിൽ പഠിച്ചത് കർത്താവ് നോഹയുടെ കാലത്ത് ആ പ്രളയമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ പെട്ടകത്തിൽ കയറിയ ജീവികളും നോഹയുടെ കുടുംബവും അതിലൂടെ രക്ഷപ്പെട്ടു വെളിയിൽ വന്നു. ഇനിമേലിൽ ഞാൻ ഒരിക്കലും പൂർണ്ണമായിട്ട് ഭൂമിയെ സർവ്വജീവജാലങ്ങളെയും ഭൂമിയെയും കൂടി, ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും കൂടി എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് ഞാൻ നശിപ്പിക്കുകയില്ല, ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല ഒന്നിച്ച് എന്ന് കർത്താവ് ശപഥം ചെയ്യുന്നു. അത് മനുഷ്യന് വിശ്വസിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. മേഘങ്ങളിൽ ഞാൻ എൻ്റെ വില്ല് സ്ഥാപിക്കും, മഴവില്ല്. അപ്പോൾ ഞാൻ ആ വില്ല് കാണുമ്പോൾ ഞാൻ ഓർക്കും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്ക് മഴയുടെ ആ കാലുഷ്യം കുറയും എന്നുള്ളതായിരുന്നു ആ ഉടമ്പടിയുടെ സാരം. അത് മനുഷ്യരോട് മാത്രമല്ല, ഭൂമുഖത്തുള്ള സകല ജീവികളോടുമാണ്. 17-ാമത്തെ വാക്യം, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഇപ്പം പെട്ടകത്തിൽ നിന്ന് നോഹയുടെ പുത്രന്മാർ ഒക്കെ വന്നു. പുത്രന്മാരുടെ പേര് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഷേം, ഹാം, യാഫത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഹാം കാനാന്യരുടെ ഒക്കെ അതുപോലെ ആ ചുറ്റുപാടുള്ള ആ പ്രദേശത്തുകാരാണ്. പരമ്പരയായിട്ടവർ ക്രൂര സ്വഭാവമുള്ളവർ, മ്ലേച്ഛത, ദൈവത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഒക്കെ ആയിരുന്നു പറയുന്നത്. യാഫത്ത് ആര്യന്മാരുടെ പൂർവികരായിരുന്നു. അവരിൽ നിന്നാണ് പിന്നെ ആര്യൻ വർഗമുണ്ടായത്. അവർ കിഴക്കോട്ടുള്ള പ്രദേശങ്ങളും പിന്നെ യൂറോപ്യൻ അങ്ങോട്ടുള്ള ഭാഗത്ത് ജർമ്മനി ആ ഭാഗങ്ങളിലെല്ലാം അവർ വ്യാപിച്ചിരുന്നു. ഷേം ഏറ്റവും മൂത്തയാൾ ആ സെമിറ്റിക് ആ പ്രദേശങ്ങൾ ആ ഭാഗങ്ങളിലെല്ലാം അവരുടെ ഭാഗമായിരുന്നു. അവരുടെയൊക്കെ പൂർവ്വ പിതാവായിരുന്നു എന്ന് നമ്മളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളായപ്പോൾ നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ച്, മുന്തിരിത്തോട്ടമൊക്കെ നല്ല ഫലം കൊടുത്തു. കാരണം പ്രളയമൊക്കെ കഴിഞ്ഞ് നല്ല വളക്കൂറുള്ള മണ്ണ് നല്ല ഫലം കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു മുന്തിരിക്കൊലയൊക്കെ പറിച്ചു അതൊക്കെ ആട്ടി വീഞ്ഞാക്കി, വീഞ്ഞ് ഉണ്ടാക്കി നല്ലപോലെ കുടിച്ചിട്ട് മത്ത് പിടിച്ച് അവിടെ കിടന്നു. അപ്പോൾ കാനാൻ്റെ പിതാവായ ഹാം, അതായത് നടുവത്തവൻ ആൾ വന്നു കണ്ടു. പിതാവ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. എന്താ, മത്ത് പിടിച്ച് അവിടെ കിടന്നു, വസ്ത്രം മാറിപ്പോയിരുന്നു. അത് കണ്ടുകൊണ്ട് അയാൾ എന്നാൽ അത് മറയ്ക്കാൻ നോക്കിയില്ല. മറ്റ് സഹോദരന്മാരോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കിടക്കുന്നെന്ന്. അപ്പോൾ അത് ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ടുകൊണ്ട് പുറകോട്ട് നടന്ന് ചെന്ന് പിതാവിൻ്റെ അഗ്നത മറച്ചിട്ട് അത് അവർ മുഖം കാണാതെ ആണ് ചെയ്തത്. കാണാതെ തന്നെ തിരിച്ച് പോരുകയും ചെയ്തു. അപ്പോൾ ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞ്, കാനാൻ ശപിക്കപ്പെടട്ടെ. അപ്പോൾ കാനാൻ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മറ്റു 2 പേരുടെയും ആ വർഗ്ഗങ്ങളുടെ എല്ലാം കാനാൻ്റെ ആളുകൾ അവരുടെ സേവകരാക്കി മാറ്റുകയാണ് പണ്ടിതുപോലെ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കൊണ്ട് ആർക്കാം മറ്റ് പിതാക്കന്മാരൊക്കെ ഇതുപോലെ ഉള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. യാക്കോബും
ഇസഹാക്കുമൊക്കെ ഇതുപോലുള്ള അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും അതുപോലെ ഹാമിന് കിട്ടിയ അനുഗ്രഹം ഇങ്ങനെയായിരുന്നു. അപ്പം നോഹ 950 വർഷമായിരുന്നു ജീവിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്തേക്ക് ആയുസ് അതാണ് 1000 വർഷത്തോളമൊക്കെയാണ്. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫത്തിനും ജലപ്രളയ അനന്തരം പുത്രന്മാരൊക്കെ ധാരാളം ഉണ്ടായി. അപ്പോൾ അതിലേക്ക് വർഷങ്ങൾ കുറേയായി. അപ്പം അവരൊക്കെ പല ഗോത്രങ്ങളും ജനതകളുമായിട്ടൊക്കെ വന്നു, ആയിട്ടൊക്കെ മാറി, പല പ്രദേശങ്ങളും ഭൂമിയുടെ പല ഭാഗങ്ങളായിട്ട് പോയി. അപ്പോഴത്തേക്ക് നമുക്കറിയാം ഏതാണ്ട് അതൊക്കെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം അങ്ങനെ 3 പേരുടെയും മക്കൾ അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തു. ഇനിയും 15-ാമത്തെ വാക്യം കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. കാനാൻ എന്ന് പറയുന്നത് ഹാമിൻ്റെ മകനാണ്. അപ്പോൾ ആ വംശമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ വംശത്തിൽപ്പെട്ടവരാണ് ജബൂസിയർ, അമോരിയർ, ഗിൽഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തും വ്യാപിച്ചു. കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും ആ ചുറ്റുപാടും വടക്കോട്ടുമൊക്കെ അവർ വ്യാപിച്ചു. കിഴക്കോട്ട് പോയത് കൂടുതലും യാഫത്തിൻ്റെ കുലത്തിലുള്ളവരായിരുന്നു. അപ്പോഴങ്ങനെ പലയിടത്തുമായിട്ട് അവർ വ്യാപിച്ചു. കാനാന്യർ, ജബൂസിയർ, ഹമാത്യർ ഇതൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഏറ്റവും കർത്താവിന് മുൻപിൽ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്നവർ ആയിരുന്നു. അപ്പം ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇവരിൽ നിന്ന് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചു. 32-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ 9:5 10 അധ്യായത്തിലെ 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ 11-ാം അധ്യായത്തിൽ 1 പറയുന്ന വാക്യങ്ങൾ തമ്മിൽ ഇതൊക്കെ 2-3 ഭാഗങ്ങളോടെ എടുത്തുണ്ട്. അപ്പോൾ അതായത് അവരുടെ ഭാഷയായിട്ട് ഇപ്പം പറയാം. 10:5 വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായിട്ട് അവർ പാർത്തു വന്നു. യാഫത്തിൻ്റെ പുത്രന്മാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഭാഷകൾ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ ആ പണിയോടുകൂടിയാണ് ഭാഷകളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് 10-ാം അധ്യായത്തിൽ, അതിന് മുമ്പത്തെ അധ്യായത്തിൽ. ഇനി അടുത്ത ഹാമിൻ്റെ പുത്രന്മാരുടെ കാര്യത്തും പറയുന്നു. അവരൊക്കെ പോകുന്നത് വേറെ ഇതാണ്. ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര. യാഫത്തിനും അതുപോലെയാണ്. അപ്പോൾ അന്ന് ഭാഷകളെല്ലാം ഉണ്ട്, കുലങ്ങൾ വേർതിരിഞ്ഞു ഓരോ തൊഴിലനുസരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അപ്പോൾ ഭാഷ എന്താ 11-ൽ അങ്ങനെ വന്ന 11:1 പറയുന്നുണ്ട്, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പ് ഉറപ്പിച്ചു. അപ്പോൾ ഒരു ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടുള്ള അധ്യായത്തിൽ പറയാം. അതുകൊണ്ട് അങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇത് ഞാൻ പറയും, ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ ചരിത്രമല്ല, അത് ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് എഴുതിയത് പലരാണ്. അതിൽ പുരോഹിത പാരമ്പര്യത്തിലുള്ള ചില കാര്യങ്ങളും ചില എഴുത്തുകളുണ്ട്. പിന്നെ യാവൈ പാരമ്പര്യത്തിലുള്ള ചില സോഴ്സിൽ ഉണ്ടായിരുന്ന ചിലർ എഴുതിയതാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പം ക്രോഡീകരിച്ച് അവസാനത്തെ ആ ഗ്രന്ഥകാരൻ
ഒന്നിച്ചാക്കിയ ആൾ എന്ത് ചെയ്തു, ഇത് രണ്ടും വിട്ടുകളയാതെ, അധികം ഒന്നും വിട്ടുകളയണ്ടെന്ന് വിചാരിച്ച് രണ്ടും കിടക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ചേർത്തു വെച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായത് 10-ലും 11-ലും ഈ വാക്യങ്ങൾ, ഭാഷയുടെ സംബന്ധിച്ചുള്ള വാക്യങ്ങൾ വന്നത്. അതായത് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒന്നിച്ച് ക്രോഡീകരിച്ച് ഓരോന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോഴെപ്പോഴും ഓരോ കഷ്ണങ്ങളായിട്ട്, ഓരോ ഭാഗങ്ങളായിട്ട് എഴുതി എവിടെയെങ്കിലും വയ്ക്കുക. അന്ന് അധ്യായങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ആദ്യമേ അത് ബൈബിൾ ക്ലാസ് ഞാൻ 8-9 എപ്പിസോഡ് എടുത്തെന്ന് തോന്നുന്നു. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അധ്യായങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെയ്തതാണ്. തീർച്ചയായും മനുഷ്യരെ നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തെ, നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് അധ്യായങ്ങൾ. ഇപ്പോൾ കാണുന്ന ചില ഹെഡിങ്ങുകൾ, ടൈറ്റിൽസ്, സബ് ടൈറ്റിൽസ്, ഇതെല്ലാം. അപ്പോൾ അന്ന് അങ്ങനെയൊന്നുമില്ല. അവർ വിഷയം എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പല കഷണങ്ങളായിട്ട് പലപ്പോഴായിട്ടാണ് പലയിടത്തു നിന്നുമാണ് ഉത്ഖനനം ചെയ്തെടുക്കുകയായിരുന്നു. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എസേനിയറുടെ ഗുഹകളിൽ നിന്നൊക്കെ അവർ അന്ന് വെച്ചിരുന്ന എഴുതി വെച്ചിരുന്ന ചുരുളുകളും തകിടുകൾ, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പല ഭാഗത്തുനിന്നും പലപ്പോഴുമാണ് പലതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒന്നിച്ചിരുന്ന് എഴുതിയതല്ല. അതൊക്കെ ഞാൻ ആദ്യമേ വിശദീകരിച്ചതാണ്. കുമ്രാൻ ഗുഹകൾ എസേനിയരുടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ബൈബിളിൻ്റെ ഭാഗം ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇപ്പം എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്കിപ്പം മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ള അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് വന്ന ഒരു ഒരു വൈരുദ്ധ്യമാണ്, നമുക്കങ്ങനെ തോന്നാം. പക്ഷേ ഇതാണ് കാര്യം. അപ്പോൾ ഇവിടെ ബാബേൽ ഗോപുരമാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്, ബാബേൽ ഗോപുരത്തിൻ്റെ പണി. അപ്പോൾ ഒരു 9-ാം അധ്യായത്തിൽ ഓടുകൂടി തന്നെ അവർ നോഹയുടെ പുത്രന്മാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള 10-ൻ്റെ മുൻപായിട്ട് തന്നെ ഈ ബാബേൽ ഗോപുരത്തിൻ്റെ പണിയൊക്കെ അപ്പോഴൊക്കെ നടന്നിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഉള്ള കാര്യങ്ങളാണ് പിന്നെ 10-ലും 11-ലും പിന്നെയും പറയുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ 1000, 10, 3000 ഒക്കെ വർഷം, 4000 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ജനങ്ങൾ എല്ലാം അന്നറിയപ്പെടുന്ന ദേശങ്ങളെല്ലാം അങ്ങോട്ടങ്ങ് വ്യാപിച്ചു, 4 ചുറ്റും പലയിടത്തുമായിട്ട് വ്യാപിച്ചു. ഇനി ഒരു കൂട്ടർ ഒരിടത്തും പോകാതെ അവർ എന്ത് ചെയ്യുന്നു, കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ അങ്ങ് പാർപ്പ് ഉറപ്പിച്ചു. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമി മുഴുവനും നിറയണം. അപ്പോഴെന്ത് ചെയ്യണം? എല്ലായിടത്തും പോകണം. പോകാതെ ഒരിടത്തിരുന്നാൽ ഭൂമി മുഴുവനും നിറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ പോകാതെ അവർ ഒരിടത്ത് കൂടി. അവരുടെ ഉദ്ദേശം എന്തുമായിരുന്നു? നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അതുവരെ കല്ലും കുമ്മായവും ഒക്കെ കൊണ്ട് പണിഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെ കല്ലിന് പകരം ഇഷ്ടിക ചുട്ടെടുത്തു, ഇഷ്ടിക ഉണ്ടാക്കി. പച്ചക്കട്ടയല്ല ഇഷ്ടിക നമ്മളിന്നും ഉണ്ടാക്കുന്ന പോലെ. അങ്ങനെ കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അത് കൂടുതൽ പശപ്പുള്ളത്, വളരെ കുമ്മായം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ ബലവത്തായതാണ് അത് കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറി പോകും. അപ്പോൾ ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാതെ വന്നത്. നിങ്ങൾ ലോകം എങ്ങും പോയി പലയിടത്തായിട്ട് പോയിട്ട് നിറയാനാണ് നമ്മൾ അവരോട് പറഞ്ഞത്, അവരെ സൃഷ്ടിച്ചിട്ട്. അപ്പോൾ ഇവരിവിടെ പറയുന്നത് ഒന്നിച്ചിവിടെ കൂടിയിട്ട് അവരുടെ പ്രശസ്തി നിലനിർത്താൻ അവരുടേതായിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ എല്ലാം ആവിഷ്കരിക്കുകയാണ് അവരവിടെ ചെയ്യുന്നത്. അത് തെറ്റാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതം അതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യണമായിരുന്നു, അതല്ല അവർ നോട്ടമിട്ട്. അപ്പോൾ വീണ്ടും ദൈവത്തിൽ നിന്ന് ഈ ജനങ്ങൾ ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചെതറി പോകുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഒന്നിച്ച് കൂടി ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ മനുഷ്യർ അങ്ങനെ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അപ്പോൾ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിൽ, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയുമേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് 10-ന് മുൻപുള്ള
ഈ സംഭവങ്ങൾ പറയുന്നതിനൊക്കെ തൊട്ട് മുൻപുള്ള ഒരു ഭാഷയാണ്. തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ അതൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അപ്പോൾ കാര്യങ്ങളാണിത്. അങ്ങനെ അവിടുന്ന് പറഞ്ഞ് അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. ഇനി അവർ ഒരുമിച്ച് കൂടും, അപ്പോൾ എല്ലാം ചെയ്യും. അപ്പോൾ ഇവിടെ ആകാശം മുട്ട ഗോപുരമാണ് അവർക്ക് വേണ്ടിയത്, ഒരു ഗോപുരം, പ്രശസ്തി നിലനിർത്തണം. അപ്പോൾ ആകാശം എന്ന് പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുക, ഭൂമിയുടെ ലോവർ സ്പേസ്, മുകളിലോട്ടുള്ളതല്ല, അത് കഴിഞ്ഞാൽ അതാണ് മനുഷ്യന് ഉള്ളത്, മനുഷ്യന് അധീനമായിട്ടുള്ളത്, മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലോട്ടുള്ള സ്പേസ് അത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, ദൈവത്തിൻ്റെ അധീനമാണ്, ദൈവത്തിന് മാത്രമായിട്ടുള്ളതാണ്. എല്ലാ പുരാണങ്ങളിലും എല്ലായിടത്തും വേദങ്ങളിലും എല്ലാം മത ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ദൈവങ്ങളുടെ സ്ഥാനം മുകളിലാണ്, ആകാശങ്ങളിൽ വളരെ ഉയർന്ന പർവ്വത ശിഖരങ്ങൾ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയും പറയുന്നത് ഏതാണ്? ആകാശങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദൈവത്തിൻ്റെ അധീശ സ്ഥലമാണ്. അപ്പോൾ അവർക്ക് അവിടെ മുട്ടിക്കാൻ ചെയ്യണം. എന്നിട്ട് അപ്പോൾ പിന്നെ എന്തുവാ നടക്കുന്നത്? അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറവും അവർ ചെയ്യും. അതൊക്കെ അവർക്ക് ഇനി ഒന്നും 6-ാം വാക്യത്തിൽ പറഞ്ഞ് അവർ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അപ്പോൾ തിന്മ നിറഞ്ഞ വിചാരത്തോടുകൂടി, ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ദൈവത്തെ അവർ വിട്ടുകളഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അവർ ഈ പണി തുടങ്ങിയത്. അപ്പോൾ നോഹയുടെ കാലത്ത് അവരും ഒക്കെ ദൈവത്തെ വിളിച്ചറിഞ്ഞ് ദൈവത്തിന് ബലിയർപ്പിച്ചും സ്തുതിച്ചും ഒക്കെ അവരാരാധിച്ചും അവർ കഴിഞ്ഞിരുന്നു. പിന്നെ വന്ന് പലരും ആ തലമുറകൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിപ്പോയി. അതാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായി. ബാബേൽ എന്ന് പറഞ്ഞാൽ ബാബേൽ എന്ന് ബലൽ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, തമ്മിൽ ഭിന്നിപ്പിക്കുക, ചിതറിക്കുക എന്നുള്ള ഒരു കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹീബ്രു ആ മൂലപദത്തിൽ ബലൽ എന്ന്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ സ്ഥലം ബാബേൽ എന്ന് പേരുണ്ടായി. ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഇതാണ്. അപ്പോൾ ഇനി അവിടുന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓരോ പ്രവൃത്തിയെങ്കിൽ ചിലപ്പോൾ തൽക്കാലം വിജയിച്ചെന്ന് വരും. പക്ഷേ അത് ചിലപ്പോൾ അടുത്ത തലമുറയിലായിരിക്കും അതിൻ്റെ നാശം സംഭവിക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കാലത്ത് ചിലപ്പോൾ ചെയ്തെന്ന് വരാം. അതുകൊണ്ട് അതങ്ങ് തുടരുക എന്ന് വിചാരിക്കരുത്. നമ്മളൊന്ന് നോക്കണം, ദൈവഹിതവും ഇതുമായിട്ട് നോക്കണം നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ പ്ലാനും പദ്ധതിയും. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ചിന്തിക്കണം. ഇനി അങ്ങോട്ട് പറയുന്നത് വംശാവലിയാണ്. 11-ാം അധ്യായത്തിൽ പറയുന്നു. 11-ാം അധ്യായത്തിൽ ആ വംശാവലി അപ്പോൾ എല്ലാം ഒന്നും പറയണ്ട, തോന്നുന്നു അവയൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2-3 ഭാഗം മാത്രം അത് എടുക്കാം. നാഹോർ 119 വർഷം ജീവിച്ചു. നാഹോറിന് 29 വയസ്സായപ്പോൾ തേരാഹ് ജനിച്ചു. തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. വേറെയും പുത്രന്മാരുണ്ടായി. അങ്ങനെ 70 വയസ്സായപ്പോൾ തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. അപ്പം നമ്മളിവിടെ അബ്രഹാമിൻ്റെ അടുത്ത
ഒരു ക്രിയേഷൻ തലമുറയുടെ കാര്യമാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികൾ പൂർവ്വപിതാവ് തേരഹായിരുന്നു. തേരാഹിൻ്റെ പിതാവ് നാഹോർ. അപ്പോൾ ഇവിടെ 7 തേരാഹിന് അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. അപ്പോൾ ആ പൂർവ്വപിതാവിൻ്റെയൊക്കെ പേരുകൾ അങ്ങനെ ഇടുന്ന സ്വഭാവം കൊണ്ട് കാലത്ത് അപ്പം ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പേരുകൾ നാഹോർ ഇവിടെയും വന്നത്. തേരാഹിനല്ല, ആ നാഹോർ അല്ല. തേരാഹിന് അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രഹാമും നാഹോറും ഹാരാനും. ഹാരാൻ്റെ പുത്രനാണ് ലോത്ത്. അപ്പോൾ തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാളായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. ഹാരാൻ എന്ന് പറയുന്നത് തേരാഹിൻ്റെ അതായത് അബ്രഹാമിൻ്റെയൊക്കെ മുത്തച്ഛൻ. അബ്രഹാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി, നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ്. മിൽക്കയുടെയും. സാറായി വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ തേരാഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. എങ്ങനെയാണിത് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടാനുള്ള കാരണം? നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം നമുക്ക് എടുത്ത് നോക്കാം. സ്തെഫാനോസ് അവിടെ പറയുന്നുണ്ട്. അപ്പം ദൈവവിളി അന്നേ ഉണ്ടായി. ഏഴാം അധ്യായത്തിലെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 2. അവൻ പ്രതിവച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസോപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, നിൻ്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഈ വിളിയിൽ തേരഹാണ് അവിടുത്തെ കഥാനായകൻ, അബ്രഹാമല്ല. അപ്പോൾ എന്നാൽ ഇവിടെ സ്തെഫാനോസ് പറയുന്ന അബ്രഹാമിനെയാണ് വിളിച്ചു എന്നാണ്, അവരെ വിട്ടു പോരാനായിട്ട്. അപ്പോൾ അതായിരിക്കും ശരി. കാരണം അവിടെ ഈ മെസോപ്പൊട്ടാമിയയിൽ നിന്ന്, അതായത് ഊറിൽ നിന്ന് അബ്രഹാമും അതായത് തേരഹും കുടുംബവും, അബ്രഹാം, നാഹോർ, ലോത്ത്, ഇവരെല്ലാവരും കൂടെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ ഊറിൽ നിന്ന് ഹാരാനിൽ താമസിക്കുന്നതിന് വേണ്ടി കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അബ്രഹാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. തേരഹ്. ഇവിടെ കർത്താവ് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അബ്രഹാമിനെയാണ്. നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ദൈവം അവിടെ വിളിക്കുന്നത് ഒറ്റയ്ക്ക് പോകാനാണ്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ അബ്രഹാമും കുടുംബവും മാത്രം. പക്ഷേ അപ്പനെയും ബന്ധുക്കളെയും എല്ലാം കൂടെ കൂട്ടിയാണ് അവിടുന്ന് അബ്രഹാം തിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ് ചെയ്യേണ്ടത്. അതിന് പകരം കർത്താവ് പറയാത്തതുകൊണ്ട് ചെയ്തു. കാരണം എന്താ, ഒന്നും വിട്ടുകളയാൻ പറ്റത്തില്ല. ആ സ്നേഹം കർത്താവ് വിളിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ മറ്റ് ബന്ധങ്ങളൊന്നും പാടില്ല. ഇവിടെ എല്ലാവരെയും വിട്ടിഞ്ഞ് പോരാൻ, അവരുടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും എല്ലാം വിട്ടിട്ട് ഭാര്യയും അയാൾ മാത്രമായിട്ട്, അതായത് അബ്രഹാമും മാത്രമായിട്ട് ഇഞ്ഞ് പോരാനായിരുന്നു പറഞ്ഞു, സാറായിയുമായിട്ട്. പക്ഷേ അങ്ങനെ വരാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ കുടുംബത്തെയും എല്ലാവരെയും ബന്ധുക്കളെയും മാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാമിൻ്റേത്. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്. പക്ഷേ ഇവിടെ പറ്റിയത്
പിന്നെ കർത്താവ് സംസാരിച്ചായിട്ട് കാണുന്നില്ല. പിന്നെ 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കർത്താവ് പിന്നെ അബ്രഹാമിനോട് സംസാരിക്കുന്നത്. കാരണം പറഞ്ഞതല്ലേ ചെയ്തത്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ വിട്ടും കൊണ്ട് വന്ന് ഇവരിങ്ങനെ, അപ്പോൾ അബ്രഹാമിന് ഇതിങ്ങനെ ഒരു എന്തുവാ പറയുന്നത്, ഒരു ബാധ്യതയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ബാധ്യതയല്ല, ഒരു തടസ്സമായിട്ട് അവരെല്ലാവരും വേണം. അവരെ എങ്ങനെ വിട്ട് കളയുന്നത്? ഇത്രയും സ്നേഹമായിട്ട് ഒന്നിച്ച് കഴിയുമ്പോൾ അവർ അവിടെ അബ്രഹാം, അപ്പോൾ ദൈവം എന്തുവാണ് അതുവരെ അറിഞ്ഞുകൂടാ. അവർ വിഗ്രഹാരാധകരാണ്, വിഗ്രഹങ്ങളുണ്ടാക്കി വിൽക്കുകയാണ്. ധാരാളം സമ്പത്ത് അതുവഴി നേടിയിട്ടുണ്ട്, പണങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതായിരുന്നു അവരുടെ കുലത്തൊഴിൽ. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഇതെല്ലാം കളഞ്ഞിട്ട് ഇഞ്ഞ് പോരാൻ. പക്ഷേ അബ്രഹാം വിചാരിച്ചപ്പോൾ അങ്ങ് വന്നാൽ പോരെ, അങ്ങ് പോയാൽ മതിയല്ലോ. കർത്താവ് പറയുന്ന സ്ഥലത്ത് അവരും കൂടെ ഇരിക്കണം, അവരെ ഇപ്പം കളയാൻ പറ്റുമോ? അത് പറ്റുന്നത് ശരിയല്ലല്ലോ എന്നാണ് ലോകത്തിൻ്റെ ബുദ്ധിയിലാണ് അബ്രഹാം ചിന്തിച്ചത്. അപ്പോൾ ഇന്നും അതിനുശേഷം കർത്താവിൻ്റെ കാലത്തും കർത്താവ് വിളിക്കുമ്പോഴും ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോ ഒഴിവ് കഴിവുകൾ. എനിക്ക് അപ്പനെയും അമ്മയും നോക്കണം, അവരെ സംസ്കരിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, യാത്ര പറയാൻ പോകണം, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയല്ല, പറഞ്ഞാൽ ഉടനെ ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ തേരഹ് 205 വർഷം ജീവിച്ചിരുന്നു. ഹാരാനിൽ വെച്ച് മൃതി അടഞ്ഞു. അപ്പോൾ അവിടെ കാനാനിലോട്ട് പോവുകയാണ്. കാനാനിലോട്ട് പോകുന്ന സമയത്താണ്. അപ്പോൾ കാനാനിലോട്ട് പോകാൻ അന്നേ കർത്താവ് അവർക്ക് കൊടുത്ത ഒരു കൽപ്പനയാണ് ആ ദേശം, കൽപ്പന വഴി കൊടുത്തതാണ്. അത് അപ്പോഴേ കരസ്ഥമാക്കാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. പിന്നെയും അബ്രഹാമിന് ഇങ്ങനെ ഓരോരോ സ്വന്തം ബുദ്ധികൾ ഇങ്ങനെ ഓരോന്ന് വരും. നമ്മുടെ പുതിയ നിയമത്തിൽ വന്നാൽ പത്രോസിന് ഓരോന്ന് തോന്നുന്നുണ്ട്, അതുപോലെ അബ്രഹാമിനും പലപ്പോഴും ഓരോന്ന് തോന്നും. പക്ഷേ അബ്രഹാമിനോട് എല്ലാം ദൈവം ക്ഷമിച്ച് അതൊക്കെ നന്മയ്ക്കാക്കി മാറ്റുന്നുണ്ട്, പലതും ക്ഷമിച്ച്. എന്നാലും അബ്രഹാമിന് 2-3 ശിക്ഷകൾ വരുന്നുണ്ട്. ആ സമയത്ത് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അതൊക്കെ പിന്നെ നമ്മളത് കൂടുതലായിട്ട് എടുക്കും, വിശദീകരിക്കും, പഠിക്കാം. ഞാൻ ഇതുകൂടെ ഈ അബ്രഹാമിൻ്റെ ആദ്യത്തെ ഈ വിളി, ഹാരാനിൽ വന്ന് പാർക്കുന്നത്, അതോടെ അപ്പൻ മരിക്കുന്നു, പിതാവ് മരിക്കുന്നു, അതുവരെ ഇപ്പോഴും നിർത്താനാണ് ഉദ്ദേശം. പിന്നെ തുടർന്ന് എടുക്കാനാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ കറണ്ട് ശരിയല്ല, വോൾട്ടേജ് വളരെ കുറയുന്നു. അപ്പോൾ കർത്താവ് വിളിച്ചെടുത്ത് കർത്താവ് പറഞ്ഞതുപോലല്ല ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ പിൽക്കാലത്ത് ഓരോരോ പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് പലപ്പോഴും കർത്താവിൻ്റെ ഹിതം നോക്കാറില്ല. ഒന്നാമത് നമ്മൾ നോക്കുന്ന എത്രയോ പേര് വീട് പാല് കാച്ചിനും കല്ലിടുന്നതിനും അതിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്ന, ഒരു തൊഴിൽ തുടങ്ങുന്നു, എവിടെയെങ്കിലും പോകുന്നതിന്, ഒരു ജോലിക്ക് നല്ല ഇതൊക്കെ തുടങ്ങുമ്പോൾ കണിയാനല്ലേ പോകുന്നത് അവർ ജീവിക്കാൻ. പക്ഷെ അവരങ്ങനല്ല ചെയ്യേണ്ടുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്നത് കർത്താവിനോട്, വിശ്വാസികൾ ചെയ്യേണ്ടുന്നത് ദൈവത്തോടെ ഹിതം ആരായണം. അവരോടല്ല ചോദിക്കേണ്ടുന്നത്, അവരല്ല ഇതൊക്കെ നിശ്ചയിക്കുന്നത്, ദൈവമാണ് സമയവും കാലവും എല്ലാം നിശ്ചയിച്ചത്, മറ്റുള്ളവരല്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആളുകളാകുമ്പോൾ ദൈവത്തോട് നേരിട്ടങ്ങ് ചോദിക്കാമല്ലോ. അതിന് മറ്റൊരു മധ്യസ്ഥനെ അന്വേഷിച്ച് ഇറങ്ങണ്ടല്ലോ. അതാണ് പറഞ്ഞത്. അത് നമ്മളും ഇതൊക്കെ പാലിക്കണം. അത് ചെയ്യാറില്ല. എപ്പോഴും പോയി നമ്മൾ അവിടെ പോയി ശകനവും അല്ലെ നല്ല സമയവും ദിവസവും നേരമൊക്കെ നോക്കിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്, അല്ലാത്തവരുമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ട്. ദൈവത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ അവരുടെ സൗകര്യം, ഇപ്പം ഞാൻ ചെയ്യുന്നെങ്കിൽ എൻ്റെ വീട്ടുകാരിലുള്ളവരുടെ സൗകര്യം അനുസരിച്ച് ഞാൻ അങ്ങ് ചെയ്യുക, സമയവും ഇതൊന്നും നോക്കാതെ. ഞാനങ്ങനെ അവരും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ളത് ഞാൻ ചെയ്തില്ല. കാരണം മനഃപൂർവ്വം പലരും ഉപദേശങ്ങളും തള്ളിക്കളഞ്ഞു. പക്ഷേ ഇച്ചിരി പ്രയാസമൊക്കെ എപ്പോഴെന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്ക് കുറ്റം പറയാനിടയാകും. പക്ഷേ അതൊക്കെ സാരമില്ല, അതൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവത്തെ വിചാരിച്ച് ചെയ്യുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് വരുത്തും. അബ്രഹാം ദൈവം പറഞ്ഞതല്ല ചെയ്തത്, അതിന് വിരുദ്ധമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. പിന്നെ 12-ാം അധ്യായത്തിൽ കാണാം നമുക്ക്. അപ്പോൾ അതെല്ലാം പക്ഷേ ദൈവം ദോഷമായിട്ട് അവിടെ വരുത്തിയില്ല, നന്മയായിട്ട് വരുത്തി. അപ്പോൾ അത് ദൈവത്തിൻ്റെ കരുണയാണ്. അബ്രഹാമിന് അങ്ങനെ വലിയ അറിവൊന്നുമില്ല ദൈവത്തെ പറ്റി. വിഗ്രഹാരാധകൻ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കിയ ആളാണ്.
അപ്പോൾ അതിനെപ്പറ്റി വല്ലതും അറിയാം. അതിനകത്ത് പത്രോസ് പുതിയ നിയമത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ പത്രോസ് എന്തുവാ, ദൈവത്തിൻ്റെ കൂടെ നടന്നയാൾ, ദൈവത്തിൻ്റെ ആ ദൈവജനത്തിൻ്റെ വംശത്തിൽ പെട്ടയാൾ, സമൂഹത്തിൽ വന്ന് വലിയ തിരക്കേടില്ലാത്ത ഒരാളായിരുന്നു അന്ന് അവരുടെ ആ സമൂഹത്തിൽ, കടൽ തീരത്ത്. അപ്പം ഇതെല്ലാം പഠിച്ചയാളാണ്. പ്രാഥമിക പാഠങ്ങളെങ്കിലും വേദത്തിൻ്റെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ അബ്രഹാമിനോട് ദൈവം കോപിക്കുന്നില്ല. പിന്നെ ചില ദോഷങ്ങൾ വന്നത് അപ്പോൾ അനുഭവിക്കുക, ദൈവം നന്മയ്ക്കായിട്ട് വരുത്തുക. അവിടെ തിന്മ ഒരിക്കലും ഉണ്ടാകാനായിട്ട്, അതിന് ദോഷം ഉണ്ടാകാനായിട്ട് ഉള്ള വഴി വയ്ക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിർത്താം. നമുക്ക് ഇനി അബ്രഹാമിൻ്റെ ഇനി 2 പ്രാവശ്യം പിന്നെയും വിളിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത് പഠിക്കാം. 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ അത് നിരസിച്ചതിലും ദൈവം പറയാത്ത കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതിലും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ ഇപ്പോൾ കേട്ടത് ദൈവത്തിൻ്റെ ആലോചനയിലാണ് വിശ്വാസികൾ പോകേണ്ടുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നവർ, ഈശ്വരനെ ആരാധിക്കുന്നവർ ഈശ്വരൻ്റെ കാര്യത്തില്ല. അപ്പോൾ അതിന് പകരം മറ്റുള്ള കാര്യങ്ങളിൽ പോകരുത്. ലോകത്തിന് മറ്റ് ഇല്ല. അത് കാരണം അത് ഈശ്വരൻ, ദൈവം അത് നന്മയ്ക്കായിട്ട് നമുക്ക് വരുത്തും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ വഴിയിൽ പോയാൽ ദൈവത്തോട് സമയവും കാലവും ദിവസവുമൊക്കെ നോക്കി ചോദിച്ച് ചെയ്താൽ, ദൈവമായിട്ട് ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വാസികൾ തന്നെ എത്രമാത്രം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒക്കെ ധാരാളം. അങ്ങനെ തന്നെ ഞാൻ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 70-80-90% അങ്ങനെ ആയിരിക്കും. ചുരുക്കം ചിലരേ ഉള്ളായിരിക്കും അല്ലാതെ ചെയ്യുന്നത്. അച്ഛനെ ഇപ്പം വിളിച്ച് പിന്നെ ഇത് ആശീർവദിപ്പിക്കണമെങ്കിലും കുദാശയിക്കണമെങ്കിലും അത് പിന്നീട് മറ്റവരോട് ചോദിച്ചിട്ട് സമയം നോക്കിയാണ് അച്ഛനെ അറിയിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും എനിക്ക് അറിയാം. അത് തീരെ അവരെ ആരെയും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. കാര്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ഇങ്ങനെയാണെന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറകൾ ഇനി അത് പഠിക്കണം, അത് ഓർമ്മിക്കണം. നമുക്ക് ഉപസംഹരിക്കാം ഇന്നത്തെ പാഠങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. പതിവ് പോലെ നമ്മൾ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. വളരെ കിടക്കയിലായിട്ട് കഷ്ടതപ്പെടുന്നവരുണ്ട്. വീട്ടുകാരും എല്ലാം കഷ്ടപ്പെടുന്നവരുണ്ട്. ചില സാമ്പത്തിക സ്ഥിരതയില്ലാത്തവരാകുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ വിചാരിക്കാം, ദൈവം ഇങ്ങനെ എന്താ ഞങ്ങളോട് ചെയ്തതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മളും ചിന്തിക്കുക എന്താ ഇവരൊക്കെ ഇങ്ങനെ വരുന്നതെന്ന്. അത് ദൈവം കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, അവരെ പറ്റി കൂടുതൽ അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ മാർഗത്തിലോട്ട് എത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഓരോ കാര്യത്തിൽ നമ്മൾ ചിലപ്പം കാത്തിരിക്കും, ദൈവം അതിന് കുറച്ച് കാലം നീട്ടിവിടുകയാണ്. കൂടുതൽ സഹിച്ചും വിശുദ്ധീകരിച്ചും എല്ലാം ദൈവത്തെ സ്തുതിച്ചും കൂടുതലായിട്ട് വിളിച്ചും ആശ്രയിച്ചും പോകുമ്പോൾ ദൈവം നേരിട്ട് തൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് മോശമായിട്ടൊന്നും മറ്റുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. രോഗങ്ങൾ വന്നു, കഷ്ടതകളും ദുരിതങ്ങളും വന്നു, അത് ഇങ്ങനെ ദൈവം അനുവദിക്കുന്നത് എന്താണെന്ന് അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കരുത്. ദൈവം അനുവദിച്ച് തരുന്നത് നമുക്കിതുകൊണ്ടാണ്. ദൈവം കൂടുതൽ സ്നേഹിക്കുന്നു, എൻ്റേതാക്കി തന്നെ അവരെ മാറ്റണം, അല്ല ദൈവത്തിൻ്റേതാക്കി തന്നെ നമ്മളെ മാറ്റണം എന്ന് ദൈവം ചിന്തിക്കുന്നതാണ്. അതിന് കൂടുതൽ പരിശുദ്ധി നേടണം. അതിങ്ങനെ സഹനങ്ങളിൽ കൂടിയേ പറ്റത്തുള്ളൂ. അതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവരെ എല്ലാവരെയും സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പതിവായിട്ട് പറയുന്ന പോലെ ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കൃതജ്ഞത പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം അത് നമുക്ക് സാധിച്ച് കഴിഞ്ഞിട്ട് കൃതജ്ഞത പറയുകയല്ല, മനുഷ്യരോട് പറയുന്ന പോലെയല്ല. ദൈവത്തിന് എല്ലാം സാധിക്കും, അതെല്ലാം സാധിച്ചു തരും. നമുക്ക് ആ ഒരു പ്രത്യാശ നമുക്കുണ്ട്
എന്നുള്ളത് നമ്മൾ ഉണ്ട്. അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ, കർത്താവിൽ വിശ്വസിച്ചവർക്ക് കർത്താവ് തന്നെയാണ് പ്രത്യാശ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ആ പ്രത്യാശ നമുക്ക് തന്ന് നമ്മളെ ഹൃദയത്തിൽ അത് പേറുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ബോധതലങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ കൃതജ്ഞത പറയാം, ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നത്. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ കൃതജ്ഞത പറഞ്ഞ് സ്തുതിയോടെ അർപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ അപേക്ഷകൾ നമ്മൾ വീണ്ടും പറയാതൊക്കെ തന്നതായിട്ട്. അപ്പം വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത് പൂർത്തീകരിച്ച് തരും. അത് ഉറപ്പാണ്. അങ്ങനെ വേണം വിശ്വസിക്കാൻ. പ്രാർത്ഥിക്കാൻ. കർത്താവേ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുന്നവരെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, ഞങ്ങളറിയുന്നവർ, ഞങ്ങളറിയാത്തവർ തന്നെ ധാരാളം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാവരുടെയും രോഗഭാഗങ്ങളിൽ അവരുടെ എല്ലാ അവയവങ്ങളിലും അവിടുത്തെ മഹത്വം ഇറങ്ങി വന്ന് അതിൻ്റെയൊക്കെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകട്ടെ. ആദിയിൽ ആയിരുന്നതുപോലെ അവിടുന്ന് സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിത്തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ പ്രത്യാശ അവിടുന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവിടുന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ, ഞങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം സാധിച്ചു തന്നുവെന്ന്, അവിടുന്ന് സാധിച്ചു തരുന്നുവെന്ന് ഞങ്ങൾക്ക് ആ പ്രത്യാശ തന്നല്ലോ. കർത്താവെ, ഞങ്ങളത് പ്രത്യാശയിൽ കാണുന്നു. അവിടുന്ന് എല്ലാം സാധിച്ചു തന്നു. അവിടുന്ന് എല്ലാം തന്നതിന് കർത്താവെ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി യേശുവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി കർത്താവേ. അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തേക്ക് സ്തുതികളും കർത്താവെ സ്തുതികളും എല്ലാ സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനും അവിടുത്തേക്ക് നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, നന്ദി, സ്തോത്രം. ആമീൻ.